പ്രിയമുള്ളവരെ, വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 15ാമത്തെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നലെ അൽഹംദുലില്ലാ ബറാഅത്ത് രാവ് ഒരുപാട് ദുആയും ഇസ്തിഗ്ഫാറും തസ്ബീഹും തക്ബീറും തഹ്ലീലും 3 യാസീൻ ഓതി, അല്ലെ, സൂറത്ത് ദുഖാൻ ഓതി, ഒരുപാട് പേർക്ക് വേണ്ടി നമ്മൾ ദുആയിരുന്നു. എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരായ ആളുകളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നമ്മൾ നോമ്പിൻ്റെ നീയത്ത് മറന്നുപോയോ? പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ പറയുന്നുണ്ട്. പല ഉമ്മമാരും ഇന്നത്തെ ദിവസം ഭയങ്കര സങ്കടത്തിലാണ്. ഉസ്താദേ, ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾ നോമ്പുകാരല്ല, ഞങ്ങൾക്ക് ഈ ഒരു പ്രതിഫലങ്ങളൊക്കെ കിട്ടണമെന്ന ഭയങ്കര ആഗ്രഹമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു വിഷമം വേണ്ട. ഇന്നത്തെ ദിവസം നിസ്കാരമില്ലാത്ത ഉമ്മമാരെ, നിങ്ങൾക്കും ഭയങ്കര സൗഭാഗ്യം കിട്ടും. എങ്ങനെ? ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ ചെയ്താൽ ഇന്നത്തെ നോമ്പ് നമുക്ക് വളരെയധികം സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം കിട്ടുന്നതായി മാറും. അപ്പോൾ ഇന്നത്തെ പകൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പറയേണ്ട ചില ദിക്റുകളുണ്ട്, ചൊല്ലേണ്ട ചില ദുആകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത് അവസാനം വരെ കാണണം. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ ശഅബാൻ 15ൻ്റെ പകലിലാണ്, ആ ഒരു ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നലെ അൽഹംദുലില്ലാ ബറാഅത്ത് രാവ്, അല്ലേ, ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ പടച്ചവൻ ലോകത്ത് നടപ്പാക്കുന്ന, അതായത് ഇനിയുള്ള ഒരു വർഷത്തെ കാര്യങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടേ ഉണ്ട് പണ്ട്. പക്ഷെ അതൊന്ന് പുതുക്കുന്ന ഒരു സുന്ദരമായ രാവായിരുന്നു ഇന്നലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കുടിക്കണം, എന്തൊക്കെ പ്രവർത്തനം ചെയ്യണം, ആരാണ് ഇനി അടുത്ത വർഷത്തിനുള്ളിൽ മരിക്കുന്നത്, എല്ലാം അല്ലാഹു തആല കൃത്യമായി രേഖപ്പെടുത്തുന്നതും നമ്മുടെ അമലുകൾ വർഷാടിസ്ഥാനത്തിൽ ഉയർത്തപ്പെടുന്നതുമായ പുണ്യമായ രാവായിരുന്നു ഇന്നലെ. അൽഹംദുലില്ലാ, ഇന്നലെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന നമ്മുടെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ ബറാഅത്ത് രാവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ദിക്ർ സ്വലാത്ത് മജ്ലിസിൽ 1,00,000-ൽ പരം ആളുകളാണ് പങ്കെടുത്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ പലരും ഒരുപാട് ദുആ വസീയത്ത് പറഞ്ഞവരാണ്. നമ്മുടെ ആ കമന്റിലൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ 1000-കണക്കിന് 2000-കണക്കിന് കമന്റുകളാണ്, ദുആ വസീയത്തുകളാണ്. എല്ലാം അല്ലാഹു അറിയുന്നവരാണ്. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബ് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ, നമ്മൾ പറഞ്ഞ മുഴുവൻ അദ്കാറുകളും വിശുദ്ധമായ ഖുർആൻ പാരായണവും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് ശഅബാൻ 15ൻ്റെ പുണ്യമായ പകലിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പുകാരാണ്, അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ. ചില ആളുകൾ ചിലപ്പോൾ നോമ്പിൻ്റെ നീയത്ത് മറന്നുപോയിട്ടുണ്ടാകും. നോമ്പുണ്ടാകും, പക്ഷെ നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ളുഹറിന് മുമ്പാണെങ്കിൽ, ളുഹർ നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ പിന്നെ നമുക്ക് നീയത്ത് വെക്കാൻ പറ്റില്ല. ളുഹറിന് മുമ്പാണെങ്കിൽ ഇപ്പം തന്നെ നീയത്ത് വെക്കുക. എന്ത്? 2 നീയത്ത്. ഒന്ന്, ശഅബാൻ മാസത്തിൻ്റെ 15ാമത്തെ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ തന്നെ വെളുത്ത വാവ് അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തായ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ തന്നെ ശഅബാനിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി പിടിക്കുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് ഇപ്പം തന്നെ വെച്ചോ. ഇൻഷാ അല്ലാഹ് ആ ഒരു നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് അധികമായി ഒന്നും പറയുന്നില്ല. നമ്മളൊക്കെ ഇന്നലെ ഒരുപാട് അമലുകൾ ചെയ്തതാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ പകൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളൊക്കെ നോമ്പുകാരാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അപ്പോൾ സ്കൂളുകളൊന്നുമില്ല, മദ്രസയൊന്നുമില്ല. മിക്ക സഹോദരിമാരും സ്വന്തം വീട്ടിലായിരിക്കും, അല്ലേ? ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലായിരിക്കും ഉണ്ടാവുക. ചില സഹോദരിമാർ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കാം, ചില ആളുകൾ വീട് വെച്ച് മാറിയിട്ടുണ്ടാകും, അപ്പോൾ ആ വീട്ടിലായിരിക്കാം, സ്വന്തം വീട്ടിലായിരിക്കാം. അപ്പോൾ ഭൂരിഭാഗം ആളുകളും ബറാഅത്ത് രാവാണ്, അതുപോലെ ശഅബാൻ 15ൻ്റെ ദിനമാണ്,
നോമ്പാണ്, പിന്നെ ശനി ഞായറുമാണ്, ലീവാണ്, ഉമ്മാടെ അടുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ വാപ്പാടെ അടുത്ത് നിൽക്കാൻ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടൊക്കെ ഉണ്ടാകും. പലരും പല അവസ്ഥയിലായിരിക്കും. ചില ആളുകൾ ഇന്ന് നോമ്പായതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് വന്ന ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ കുടുംബാദികളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നോമ്പ് മുറിയുന്ന ഒരൊറ്റ വർത്തമാനം പോലും ഒറ്റ സഹോദരിമാരുടെയും നാവിൽ നിന്ന് വരാൻ പാടില്ല. സ്വന്തം വീട്ടിൽ വന്നിട്ട് അമ്മായിയമ്മ അങ്ങനെയാണ്, ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ കുറ്റം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അവരങ്ങനെയാണ്, നാത്തൂൻ ഇങ്ങനെയാണ്, ഒരിക്കലും പറയരുത്. നമ്മുടെ നോമ്പ് വെറുതെ കളയരുത്, വെറുതെ നഷ്ടപ്പെടുത്തരുത്, വെറുതെ പട്ടിണി കിടക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കരുത്. ഇത് നോമ്പാണ്. അതുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇത് മാത്രമല്ല നോമ്പ് മുറിയുന്നത്. നമ്മൾ പിടിക്കുന്ന നോമ്പ്, ആത്മീയമായ നോമ്പ്, അത് മുറിഞ്ഞു പോകും. എങ്ങനെ? നമ്മൾ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റവും കുറവൊക്കെ പറഞ്ഞാൽ. പ്രത്യേകിച്ച് ആ മഗ്‌രിബിന്റെ സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഉമ്മമാരെ, ഇന്ന് നോമ്പാണ്, നമ്മുടെ മക്കൾക്കൊക്കെ നോമ്പുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് ചിലപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാവും, ചിലപ്പോൾ കുഴിമന്തി ഉണ്ടാവും, ചിലപ്പോൾ ചപ്പാത്തി കടയിൽ നിന്ന്, ഇപ്പോൾ ഒരുപാടാണല്ലോ ഹോസ്പിറ്റലുകളും ചപ്പാത്തി കടകളുമാണ് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി കടകൾ, അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ ഉണ്ടാക്കണം, ഇന്ന് പത്തിരി ഉണ്ടാക്കൽ സുന്നത്ത്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ വിശാലത ഉണ്ടാക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് വാപ്പമാർ ശ്രദ്ധിക്കണം. നമ്മുടെ പൈസ നമുക്ക് പറ്റുമെങ്കിൽ ഇന്നത്തെ പകലിൽ നമ്മുടെ മക്കളുണ്ടാകും, നമ്മുടെ പേരക്കുട്ടികളുണ്ടാകും. അവ എല്ലാവർക്കും സുഭിക്ഷമായി റാഹത്തായി കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു നോമ്പുതുറയായിരിക്കണം വാപ്പമാരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതിനനുസരിച്ച് നല്ല നോമ്പ്, അതൊരു പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ കുടുംബാദികളോട് സ്നേഹബന്ധം പുലർത്തലും, അതുപോലെ തന്നെ പിണങ്ങിയ ആളുകളോട് ഇണങ്ങലും ഇന്നത്തെ പകലിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. എന്നാലേ ഇന്നലെ നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ ബറാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഒരു വീഡിയോക്ക് താഴെ ഒരു ഉമ്മ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ ഒരു കമൻറ്റ്, ഉസ്താദെ ഞങ്ങളുടെ വീട്ടിലെ മരുമോള് അവർ ഞങ്ങളോട് പിണക്കമാണ്, ഉമ്മാനോട് ദേഷ്യം, വാപ്പാനോട് എല്ലാവരോടും ദേഷ്യമാണ്, അതുപോലെ റൂമിൽ ഒറ്റക്ക് കഥകടിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നും അനുസരിക്കുന്നില്ല. അതായത് വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നില്ല, പിന്നെന്താണ് എല്ലാവരോടും പിണക്കം, അങ്ങോട്ടും ഒന്നും പറഞ്ഞാലും ഇങ്ങോട്ട് തിരിച്ചു മിണ്ടൂല, അങ്ങനെ എന്താ പറയുക, ഒരു വഴക്കാളിയായിട്ട് ആ കുടുംബത്തിൽ ഇങ്ങനെ കഴിയുകയാണ്. ഞങ്ങൾക്ക് ബറാഅത്തിൻ്റെ പുണ്യം കിട്ടുമോ, ഞങ്ങൾ അങ്ങോട്ട് മിണ്ടുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് പിണക്കമാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക, നമ്മളെ എല്ലാവരോടും ഇഷ്ടത്തോടു കൂടി പെരുമാറുക. അവർ തിരിച്ച് ചിലപ്പോൾ നമ്മളോട് ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ പിണക്കത്തോടു കൂടിയൊക്കെ പെരുമാറിയേക്കും, അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. ഇങ്ങനെ ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലരും മിണ്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. പിന്നെ പല ഉമ്മമാർക്കും ഭയങ്കര സങ്കടമാണ്, ഉസ്താദേ നിങ്ങളൊക്കെ ഈ നോമ്പിൻ്റെ കാര്യം പറയുന്നു, നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലമൊക്കെ പറയുന്നു, പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഒരു വിഷമം വേണ്ട, ഇത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെ നിസ്കാരമില്ലാത്ത ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾ നോമ്പുകാരെ പോലെ കഴിയുക. അതായത് ഒന്നും കഴിക്കേണ്ടെന്നല്ല, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആരും കാണാതെ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നോമ്പുകാരെ പോലെ കഴിഞ്ഞുകൂടുകയും മാത്രമല്ല, ഇനി പറയുന്ന ദിക്റുകളുണ്ടല്ലോ, നമ്മളിവിടെ പറഞ്ഞ ദുആകൾ, ദിക്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതായത് ഖുർആൻ ഓതാൻ പാടില്ല, അതുപോലെ തന്നെ നിസ്കരിക്കാൻ പാടില്ല, അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക, അതൊന്നും പാടില്ല, ആയിക്കോട്ടെ. പക്ഷേ ദിക്റുകൾ പറയാമല്ലോ. ഇന്നലെ ബറാഅത്തിന്റെ രാവിലെ നമ്മൾ ഒരുപാട് ദിക്റ് പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ആവർത്തിച്ച് പറയാം. ഇസ്തിഗ്ഫാർ ഒരുപാട് കണ്ട് അധികരിപ്പിക്കാം. അതുപോലെ തന്നെ ദുആ, പടച്ചവനോട് എത്ര വേണമെങ്കിലും നമുക്ക് ദുആ ഇറക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഭയങ്കര പ്രതിഫലമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറന്നു പോകരുത്. പിന്നെ ഇന്നത്തെ നോമ്പ് അത് നിങ്ങൾക്ക് ഇനി വരുന്ന ഏതെങ്കിലും ദിവസം ഖളാ വീട്ടാം. എങ്ങനെ ഖളാ വീട്ടാം? ഇനി വരുന്ന വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ നിങ്ങൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അന്നത്തെ നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ കൂടെ ശഅബാൻ 15 സുന്നത്തായ നോമ്പ് ഖളാ ആയി അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലം അന്ന് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ചില ആളുകൾ ഇന്നലെ മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മൾ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹും അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ, 3 യാസീൻ, അതൊന്നും ഓതാൻ പറ്റാതെ ചിലപ്പോൾ ജോലി തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രയൊക്കെ ആയി ബന്ധപ്പെട്ട് തിരക്കായിട്ട് ഓതാൻ പറ്റാത്ത ആളുകളുണ്ടാകും. ഒരാൾ കമൻറ്റ് ചോദിച്ചു, ഒരു സഹോദരൻ കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഒരു യാത്രയിലാണ്, അപ്പോൾ എനിക്ക് ഓതാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് ഓതാമോ എന്ന് ചോദിച്ചു. ചില ആളുകൾ വയ്യാതെ ഹോസ്പിറ്റലിലാണ്, അസുഖങ്ങൾ ബാധിച്ച് പ്രയാസത്തിലാണ്, ഓതാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് ഓതാമോ? ഓതാം. ഇന്നലെ നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ഇന്ന് പകലിലും ഓതി തീർത്താൽ മതി. ഇനി ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ പല അസുഖങ്ങളാണ്, പ്രയാസങ്ങളാണ്, ഇതൊന്നും ചൊല്ലാൻ പറ്റിയിട്ടില്ല, അത് നിങ്ങൾ എപ്പോഴാണോ ശിഫയാകുന്നത് ആ സമയത്ത് ഈ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ അതിൻ്റെ പുണ്യം അല്ലാഹു തആല തരുന്നതാണ്. ഈ വീഡിയോയ്ക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. വേറൊന്നുമല്ല, ഒരാഴ്ച മുമ്പ് ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന
അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അർത്ഥസഹിതം പറയുന്നൊരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. എൻ്റെ പൊന്നുസ്താദെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണമെന്നല്ല പറയുന്നുണ്ട്, പിന്നെ ഇത് തന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതാണ്, ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം. കാരണം ഒരുപാട് പേര് അൽഹംദുലില്ലാ വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റായി എഴുതിയവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്, ഉസ്താദ് പല സമയത്തും പല നിസ്കാരത്തിലും ഞങ്ങളിത് ശ്രദ്ധിക്കാറ് പോലുമില്ല, പക്ഷേ ഉസ്താദ് പറഞ്ഞപ്പോൾ ആ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ നിസ്കാരത്തിലെ തെറ്റുകളൊക്കെ പരിഹരിച്ചിട്ട് റമദാനിലൊക്കെ നല്ല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം തന്നെ ജനിച്ചത് മുതലേ നമ്മൾ വജ്ഹത്ത് ഓതുന്നവരാണ്, അല്ലെ, ഫാത്തിഹ ഓതുന്നവരാണ്. അതുപോലെ തന്നെ സുബ്ഹാൻ റബ്ബിൽ അലാ വബിഹംദിഹി, സുബ്ഹാൻ റബ്ബിൽ അലീം വബിഹംദിഹി, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം വല്ലതും അറിയോ? അർത്ഥം അറിയാതെ ചുമ്മാ അടിച്ചുവിടുക, അല്ലെ? അപ്പൊ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പറ്റിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നിസ്കാരത്തിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് കാണണമെന്ന് പറയുന്നത്. നിസ്കാരത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ വരുത്തുന്ന പല തെറ്റുകളും എങ്ങനെ തിരുത്തണമെന്ന് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ആ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വീഡിയോ തുടർന്ന് കാണാം. പിന്നെ ഇന്നത്തെ ഈ ഒരു പകൽ നമ്മൾ ഇന്നലെ ബറാത്ത് രാവിൽ ചൊല്ലിയ ഒരുപാട് ദിക്റുകൾ ഉണ്ടല്ലോ, ആ ദിക്റുകൾ നമ്മൾ ആവർത്തിക്കുക. അത് ഏതൊക്കെയാണ്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇന്നലെ ബറാത്ത് രാവിൽ മാത്രം ചൊല്ലേണ്ട ദിക്റൊന്നുമല്ല, അത് എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ന് നോമ്പുകാരാണ്. ഇന്ന് ഏതായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന എണ്ണം ഒരു 100 വട്ടം ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ മറന്നു പോകരുത്. ഏതാണത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലും നമ്മൾ ചൊല്ലുക. പിന്നെ ഇന്നലെ നമ്മൾ ബറാത്തിന്റെ രാവിൽ നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലിയല്ലോ, അത് ഇന്നലെ രാവിൽ മാത്രം ചൊല്ലേണ്ടതല്ല, ഇന്ന് പകലും നമുക്കത് കണ്ടിട്ട് ചൊല്ലാം. ഇന്നലെ ബറാത്ത് രാവിൽ നമ്മൾ ചൊല്ലിയ പുണ്യമായ ദിക്റുകളുടെ ആ വീഡിയോ ഇന്ന് പകലും നമുക്ക് കണ്ടിട്ട് അതിൽ പറഞ്ഞ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പകൽ ഇൻഷാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ആ ഒരു പുണ്യമായ ദുആ, അതൊരു ദുആയാണ്, അതൊരു ദിക്റാണ്, അതൊരു ഇസ്തിഗ്ഫാറാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് പറ്റുന്നതുപോലെ പറയുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന പുണ്യമായ ഒരു ദുആ. ഇത് നമ്മൾ പല രൂപത്തിലും പറയാറുണ്ട്, അല്ലേ? ഇന്നലെ നമ്മൾ ഇതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ചൊല്ലിയത്. അങ്ങനെയും ചൊല്ലാം, ഇങ്ങനെയും ചൊല്ലാം. അപ്പോൾ ഈ ഒരു പുണ്യമായ ദിക്റുകൾ പല രൂപത്തിലും വന്നിട്ടുണ്ട്, പല ഉദ്ധരണികളിലും വ്യത്യസ്തമായ രൂപമാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് ചൊല്ലാം. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു വട്ടം കൂടി പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദിക്ർ നമുക്ക് ഇഷ്ടം പോലെ പറയാം. 70 വട്ടം പറയണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇസ്തിഗ്ഫാർ ഒരുപാട് കണ്ട് പറയുക. പിന്നെ ഇന്നത്തെ മഗ്രിബിന് തൊട്ട് മുമ്പ് നമ്മൾ പറയണം എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ നമ്മൾ ഇന്നത്തെ മഗ്രിബിന് മുമ്പ്, വാപ്പമാരെ, നിങ്ങൾ ചിലപ്പോൾ നോമ്പ് തുറക്കുന്നത് പള്ളിയിലായിരിക്കും. പള്ളിയിൽ സമൂസയും ചായയും അതുപോലെ വെള്ളവും കാരൊക്കെ ഈത്തപ്പഴമൊക്കെ നമുക്ക് കിട്ടി നമ്മളിങ്ങനെ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ ദിക്ർ മറന്നു പോകാൻ പാടില്ല. ചിലപ്പോൾ എല്ലാവരും വർത്തമാനം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ദിക്ർ പറയുക, എന്നിട്ട് നമ്മൾ ദുആ ഇറക്കുക. ഉമ്മമാരെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാദികളൊക്കെ പലരും ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് വെറുതെ വർത്തമാനം പറഞ്ഞ് ദുആക്ക് ഇജാബത്തുള്ള സുന്ദരമായ മഗ്രിബിൻ്റെ
സമയം നഷ്ടപ്പെടുത്തി കളയരുതേ. അതുകൊണ്ട് നേരത്തെ ഒരു 6 മണിക്ക് തന്നെ വുളുവൊക്കെ എടുത്തിട്ട് വുളുവോടുകൂടി നിങ്ങൾ ചിലപ്പോൾ ആ സമയത്തായിരിക്കും നാരങ്ങ വെള്ളം ഉണ്ടാക്കുക, ചായക്ക് മധുരം ഇടുക, ചിലപ്പോൾ തേങ്ങാപ്പാൽ പിഴിയുക, അതൊക്കെ നടന്നോട്ടെ. അതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ഈ ഒരു ദിക്ർ പറയാം. ഏത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ഒരു പുണ്യമായ ദിക്ർ മറന്നു പോകരുത്. എന്നിട്ടോ ചിലപ്പോൾ ബാങ്ക് വിളിക്കുന്നത് പല സ്ഥലത്തും പലതാണ്. 6:35 ബാങ്കുണ്ട്, ചിലപ്പോൾ 6:37 ചിലപ്പോൾ 6:30 6:33. ഏത് സമയമാണോ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മുമ്പേ നമ്മൾ ദുആ ഇറക്കുക. എത്രയോ പ്രശ്നങ്ങളാണ് അല്ലെ. ഇന്നലെ തന്നെ ദുആ വസീയത്ത് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ചിന്തിക്കാത്ത പ്രശ്നങ്ങളാണ്, നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത പ്രശ്നങ്ങളാണ് ഓരോ ആളുകൾക്കും ഉണ്ടാവുക. അള്ളാഹു എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലുള്ള ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ദുആ വസിയത്ത് കമന്റായി പറഞ്ഞാൽ എത്രത്തോളം പറയും? അതിനൊക്കെ ഒരു പരിധി ഉണ്ട് പറയുന്നതിന്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹിനോട് പറയുമ്പോൾ ഒരു പരിധിയില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് സ്വന്തമായി ആ സമയത്തിരുന്ന് ദ്വാരക്കുക. അത് നിസ്കാരപ്പായിൽ തന്നെ ഇരുന്നിട്ട് ദ്വാരക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അടുക്കളയിലാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ദ്വാരക്കാം. അവിടെ ഒരു കസേരയിൽ ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും ദ്വാരക്കാം. അടച്ചോനെ എൻ്റെ നോമ്പ് സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഈ നോമ്പ് പിടിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഭർത്താവിൻ്റെ കച്ചവടം, അതുപോലെ ഭാര്യയുടെ പ്രയാസങ്ങൾ, മക്കളുടെ കാര്യം എല്ലാം നീ റാഹത്തിലാക്കണമെങ്കിൽ ആ സമയത്ത് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ട് ദ്വാരെന്നാലും മതി, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം അല്ലെങ്കിൽ പച്ചവെള്ളം അതുകൊണ്ടായിരിക്കണം ആദ്യം നോമ്പ് തുറക്കേണ്ടത്. എന്നിട്ടാവണം ചായയോ സമൂസയോ ഒക്കെ കഴിക്കേണ്ടത്. അതൊക്കെ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം സാധാരണ എല്ലാവർക്കും പണ്ടുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ റമദാൻ കഴിയുമ്പോൾ ഒരു ആരോഗ്യം കൂടും. പക്ഷേ ഇന്നത്തെ തലമുറക്ക് റമദാൻ കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുകയാണ്. കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക് കൊളസ്ട്രോൾ വരിക. എന്താ കാരണം? ഈ ഒരു 13-12 മണിക്കൂർ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ആദ്യം തന്നെ ഈ സമൂസയും ഈ പൊരിച്ച പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ഞാൻ കഴിക്കാൻ പാടില്ല, നിങ്ങളും കഴിക്കാൻ പാടില്ല. അത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കുക. എന്നാലേ റമദാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം നോമ്പ് തുറക്കൽ സുന്നത്തായത് വെറും പച്ചവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്താ ഈത്തപ്പഴം കഴിക്കുക, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? കാരണം വെറും വെയിറ്റിലേക്ക് അതാണ് ആദ്യം ചെല്ലേണ്ടത്. എന്നിട്ട് നമുക്ക് പൊരിച്ചതും കരിച്ചതൊക്കെ കഴിക്കാം. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നല്ലതുപോലെ ദ്വാരക്കുക. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലെ, ആദ്യം നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞിട്ട് കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞ് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, ഇതാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ. എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു, നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാനിതാ നോമ്പ് മുറിക്കുകയാണ്. അതുപോലെ തന്നെ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ദുആയും കൂടി ഉണ്ട്. എന്താ? ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇതും ഒരു പുണ്യമായ ദുആയാണ്. അതൊന്നുകൂടി നമുക്ക് പറഞ്ഞാലോ? ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലേ, എൻ്റെ ദാഹമൊക്കെ ക്ഷമിച്ചു, എൻ്റെ നാട്ടി നരമ്പുകളൊക്കെ അതൊക്കെ നനഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ നീ ഉദ്ദേശിച്ചാൽ ഞാൻ ഈ പിടിച്ച നോമ്പിൻ്റെ പ്രതിഫലം നീ തരും. ഇതാണ് ആ പുണ്യമായ ദുആ. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയാം. അപ്പോൾ ആ സുന്നത്തുകളൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? വളരെ റാഹത്തായി ഈ ഒരു നോമ്പിൻ്റെ, ഈ ബറാഅത്ത് രാവിൻ്റെ, ഈ സുന്ദരമായ ദിനത്തിൻ്റെ നോമ്പിൻ്റെ ഒക്കെ പ്രതിഫലം കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകാൻ പാടില്ല. നാവിനെ സൂക്ഷിക്കുക, നമ്മുടെ ബന്ധങ്ങളൊക്കെ കൃത്യമാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബാദികളിലോ ബന്ധുക്കളിലോ അയൽവാസികളോ ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിക്കാനും കൂടി നമുക്ക് പറ്റിയാൽ വളരെ പുണ്യമാണ്. കാരണം അയാളുടെ നോമ്പിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരമാവധി ദുആ അധികരിപ്പിക്കുക. നിസ്കാരം, ഇന്നത്തെ ഒരു നിസ്കാരവും ഖളാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് പിടിക്കുന്നതിൽ അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിപ്പോൾ ഷഅബാൻ 15-ന്റെ ദിനമാണ്. ഇനി 16, 17, 18 വരുന്നു. ഇനി ഏകദേശം ഒരു 14-15 ദിവസത്തോളം ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് നോമ്പ് പിടിക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത്? ഷഅബാൻ 15-ന് ശേഷം നോമ്പ് പിടിക്കുന്നവർ പ്രത്യേകം ജാഗ്രതയോടുകൂടി പിടിക്കണം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ പറ്റുമെങ്കിൽ മാത്രം നോമ്പ് പിടിച്ചാൽ മതി. വെറുതെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് നോമ്പ് പിടിച്ചിട്ട് റമളാനിലെ നോമ്പ് പിടിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതായത് സുന്നത്തായ നോമ്പ് പിടിച്ചിട്ട് ഫർളായ നോമ്പ് പിടിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഇത് നമുക്കറിയില്ലേ? അതിങ്ങനെ ഒരുപാട് വട്ടം പറയുക. അതുവാ
അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബാദികൾ എല്ലാവർക്കും വേണ്ടിയുള്ള റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ ദുആ മറന്നു പോകരുത്. പിന്നെ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. പിന്നെ സൂറത്തു ദുഹാൻ, അതുപോലെ സൂറത്ത് യാസിൻ. ഇന്നലെ ഞങ്ങൾ അതൊക്കെ ഓതി. ഇന്നലെ മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങൾ ഓതാം. സൂറത്ത് ദുഹാൻ ഓതാം, അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതാം. അറിയാവുന്ന ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ കൊണ്ട് ഇന്നത്തെ ഈ സുന്ദരമായ നോമ്പിന്റെ ദിനം നമ്മൾ ധന്യമാക്കണേ. എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ വളരെയധികം സ്വീകാര്യപ്രദമായ അടിമകളായി മാറുന്നതാണ്. നിങ്ങളുടെ പ്രത്യേകം സ്പെഷ്യലായിട്ടുള്ള ദുആകളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരെയും ഉൾപ്പെടുത്തുക. നിങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആയിലും ഉണ്ടാകും. നമ്മുടെ ദുആ കൊണ്ട് പരസ്പരം നമ്മളൊക്കെ സഹോദരന്മാരാണ്. അതുകൊണ്ട് ദുആ കൊണ്ട് നമ്മൾ പരസ്പരം സഹായിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ്, നമ്മുടെ ഈ ഒരു സംഗമം, നമ്മൾ ഇന്നലെ പറഞ്ഞ ദിക്റുകൾ, സ്വലാത്ത്, അതിൻ്റെയൊക്കെ മജ്ലിസ് എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ നോമ്പ് അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും പുണ്യമായ റമദാനിലേക്ക് ആഫിയത്തോടു കൂടി എത്തി അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരൊക്കെ എന്തൊക്കെ ദുആ വസീയത്ത് പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ടുമുള്ള കാവൽ തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കുറച്ചു മുമ്പ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം സംസാരിച്ചു. നമസ്കാരത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം, നിസ്കാരത്തിൻ്റെ A-Z കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ ദിക്റുകളുടെ, ദുആകളുടെ, സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ഒരു വീഡിയോ, ആ വീഡിയോനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ വീഡിയോയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതേ ഇവിടെ നോക്കിയാൽ എൻഡ് സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമളാൻ വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.